ഇങ്ങനെയാണ് ബ്രഹ്മത്തെ നിർവചിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ പാശ്ചാത്യമായ ഗോഡ് അല്ലെങ്കിൽ ദൈവം എന്നൊരു സങ്കല്പം ഈ ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ ഒരിടത്തും വാസ്തവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതിലുള്ളത് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരുതരം അന്വേഷണമാണ്, ഒരുതരം തുറന്ന അന്വേഷണമാണ്. അക്കാലത്ത് മനുഷ്യന് സാധ്യമായിരുന്ന രീതിയിൽ, അക്കാലത്ത് മനുഷ്യർ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനസ്സിലാക്കിയിരുന്ന രീതിയിൽ അതിനെക്കുറിച്ച് സംശയിക്കാനും ചോദിക്കാനും ചില ഉത്തരങ്ങൾ കണ്ടെത്താനും ഒക്കെയുള്ള പ്രയത്നങ്ങളായാണ് അവയെ ഒരുപക്ഷെ വായിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് കൗന്ദ്യമുനിയെ പോലെ ഒരു സംശയവാദി പറയുന്നത് അദ്ദേഹം വേദവിരുദ്ധനായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് വേദങ്ങൾ പറയുന്നത് മറ്റ് രീതികളിൽ പറയാനാവില്ലെങ്കിൽ ഈ വേദങ്ങൾ പൂർണ്ണമായും അർത്ഥശൂന്യമാണ് എന്നാണ്. കാരണം വേദത്തിന്റെ അക്കാലത്ത് ഉടമസ്ഥരായി സ്വയം കരുതിയിരുന്ന ബ്രാഹ്മണർ പറഞ്ഞിരുന്നത് ഈ വേദങ്ങൾ അതേപടി പറയാനേ കഴിയൂ, വേറൊരു രീതിയിലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല, വേറൊരു രീതിയിലും പറയാൻ കഴിയില്ല. അപ്പൊ വേറൊരു രീതിയിലും പറയാൻ കഴിയാത്തത് നിലനിൽക്കുന്നതേയില്ല. ഇത് നമ്മുടെ വിറ്റ്ഗൻസ്റ്റീനിലേക്കൊക്കെ നയിക്കും. ആലോചിച്ച് നോക്കിയാൽ ഭാഷാ ശാസ്ത്രത്തിൽ വിറ്റ്ഗൻസ്റ്റീൻ പറയുന്നുണ്ട് വാക്കിൽ പറയാൻ കഴിയാത്തത് നിലനിൽക്കുന്നില്ല എന്ന്. ഏതാണ്ട് ആ രീതിയിലാണ് ഈ സംശയാത്മാവായ കൗന്ദ്യമുനി, നല്ല അർത്ഥത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് സംശയാത്മാവ് എന്ന പദം, ഈ ചോദ്യം അല്ലെങ്കിൽ ഈ പ്രസ്താവം നടത്തുന്നത്. മറ്റു രീതികളിൽ പറയാനാവാത്ത ഒന്നും നിലനിൽക്കുന്നില്ല. ഏത് കാര്യവും നമുക്ക് പല രീതികളിൽ പറയാനാകും. അപ്പൊ പല രീതികളിൽ പറയാനാകുന്നില്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ തരത്തിലുള്ള നാസ്തികവാദത്തിന്റെയും ആസ്തികവാദത്തിന്റെയും സംശയവാദത്തിന്റെയും ഒക്കെയായ ഒരു ദർശന പാരമ്പര്യമാണ് വാസ്തവത്തിൽ ഉള്ളത്. എന്നാൽ അത് നമുക്കറിയാവുന്നതുപോലെ ക്രമേണ ചില വിഭാഗങ്ങൾ മതപരമായും ജാതിപരമായും എന്ന് സ്വയം കരുതിയിരുന്ന ചില വിഭാഗങ്ങൾ അവരുടെ മാത്രമാക്കുകയും അവരുടേതായ ചില ദർശനങ്ങളുടെ ആധിപത്യം അല്ലെങ്കിൽ നെടുനായകത്വം സ്ഥാപിക്കുകയും ചെയ്തു. നായകത്വം എന്ന വാക്ക് പറയുമ്പോഴും എനിക്ക് മുരളി ഓർമ്മ വരും. കാരണം ഞങ്ങളൊക്കെ കൂടി ആലോചിച്ചിരുന്നത്, രാമേന്ദ്ര കൂടി ആലോചിച്ചിട്ട് ഉണ്ടാക്കിയൊരു വാക്കാണ്. അതായത് ആ വാക്ക് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഹെഗേമനി എന്ന ആന്റോണിയോ ഗ്രാംഷി ഉപയോഗിക്കുന്ന വാക്കിന് എന്തായിരിക്കും മലയാളം? അധീശത്വം എന്ന വാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടികെയും മുരളിയും ഒക്കെ പറഞ്ഞിരുന്ന പോലെ നെടുനായകത്വം. അധീശത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാതെ തന്നെ നേരിട്ടുള്ള അധികാര പ്രയോഗത്തിലൂടെ അല്ലാതെ തന്നെ ഒരു സമൂഹത്തിൽ ചില ആശയങ്ങൾ നേതൃത്വം നേടുന്നതിനെയാണ്. ഒരു നേതൃസ്ഥാനത്ത് എത്തുന്ന അതിനെ സൂചിപ്പിക്കാനാണ് ഗ്രാംഷി ഈ വാക്ക് മാർക്സിസ്റ്റ് സംജ്ഞാവലിയിൽ അവതരിപ്പിച്ചത്. ഹെഗേമനി എന്ന വാക്ക്, അതായത് ഈ തരത്തിലുള്ള നാം അറിയാതെ തന്നെ നമ്മുടെ മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന ചില അധീശത്വങ്ങൾ. ഒരു സമൂഹത്തിൽ അവർക്ക് ഭരണം നേടാനായില്ലെങ്കിൽ പോലും സമൂഹ മനസ്സുകളെ ഭരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ചില ആശയങ്ങളുടെ വ്യാപനവും അതിൻ്റെ നെടുനായകത്വവും. ആ അർത്ഥത്തിൽ ചില ആശയങ്ങൾ പ്രാചീന ഇന്ത്യയുടെ ചിന്തയിൽ നിന്ന് നെടുനായകത്വം നേടി അതിൻ്റെതായ ഒരു ഏജന്റ് അല്ലെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കിയ ആളുകളുണ്ടായിരുന്നു, മതവിഭാഗങ്ങളുണ്ടായിരുന്നു, ജാതി വിഭാഗങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ദർശനത്തെ പലപ്പോഴും അതിൻ്റെ വൈവിധ്യവും അതിനുണ്ടായിരുന്ന സംവാദത്തിൻ്റെ നിരന്തര പാരമ്പര്യവും വിസ്മരിച്ചുകൊണ്ടാണ് നാം ഇന്ന് കാണുകയും അവതരിപ്പിക്കുകയും പലപ്പോഴും ചെയ്യുന്നത്. അനേകം വാദങ്ങളെയും പ്രതിവാദങ്ങളെയും കുറിച്ച് നിങ്ങളെല്ലാവരും തന്നെ അമർത്യാസന്റെ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന കൃതി വായിച്ചിട്ടുണ്ട്, അതെനിക്ക് തീർച്ചയാണ്. അല്ലെങ്കിൽ കുറെ കൂടി സമീപകാലത്ത് അശോക് വാജ്പേയി എഡിറ്റ് ചെയ്ത വളരെ പ്രധാനമായ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യ ഡിസെൻറ്റ്സ്. തീർച്ചയായും നിങ്ങൾ പ്രൊഫസർ താപ്പർ ഡിസെന്റ് എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഇന്ത്യ ഡിസെൻസിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ചെയ്യുന്നത് നേരിട്ട് ഒരു അവതാരികയുണ്ട്. ഈ തരത്തിലുള്ള ഭിന്ന ചിന്താധാരകൾ തമ്മിൽ നടന്ന സംവാദങ്ങളുടെ പരിഭാഷകൾ ഈ സമാഹാരത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. അതിലൂടെ നമുക്ക് ഈ ശരിയായ ഒരു ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യന്റെ ചിത്രം കിട്ടുന്നു. നിരന്തരമായി വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഇന്ത്യക്കാരന്റെ അഥവാ ഇന്ത്യക്കാരിയുടെ ഞാൻ
ബോധപൂർവം തന്നെ പറയാണ്, ഗാർഗിയൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആദ്യകാലത്ത് ചോദ്യങ്ങൾ ഉന്നയിച്ച പലരും സ്ത്രീകളായിരുന്നു. ദൈവത്തെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചും ലോകപ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെയുള്ള പല ആദ്യ ചോദ്യങ്ങളും ഇന്ത്യയിലെ സ്ത്രീകളിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ആ തരത്തിൽ ചോദ്യം ഉന്നയിച്ച ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് വിശ്വാസികളായ ആളുകളെയും വിശ്വാസങ്ങളെയും മാത്രം ഫോർഗ്രൗണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചുകൊണ്ട് ആണ് പിൽക്കാലത്ത് ഇന്ത്യൻ ദർശനങ്ങൾ വികസിക്കുകയോ അവതരിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്തത് എന്ന് പറയാം. അനേകം ഞാൻ ആ വിവാദങ്ങളുടെ ദീർഘചരിത്രത്തിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഏറ്റവും പരിചിതമായിരിക്കുക ശങ്കരാചാര്യരും മണ്ഡനമിശ്രനും പത്നിയായിട്ടുള്ള ഉദയഭാരതിയും തമ്മിൽ നടന്നിട്ടുള്ള തർക്കങ്ങൾ ആയിരിക്കാം. അത് വളരെ ഈ വിവാദങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ്. ആ തരത്തിലുള്ള അനേകം വിവാദങ്ങൾ ഈ ഇതിഹാസങ്ങളിൽ, രാമായണം പോലുള്ള മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളിൽ, ഭാഗവതം പോലുള്ള കൃതികളിൽ പോലും ഈ തരത്തിൽ ഒരുപാട് വാദവിവാദങ്ങൾ ഉണ്ട്. ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകപ്പെടുന്നുണ്ട്, ആ ഉത്തരങ്ങൾ കൊണ്ടും സമാധാനം കിട്ടാതെ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത്തരം ഒരു രീതി നമ്മുടെ ദർശനങ്ങളിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസങ്ങളിലും കാണാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പരിഹാസത്തിന്റെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. സംസ്കൃത നാടകങ്ങളിലെ വിദൂഷകന്റെ കാലം മുതൽ നമ്മുടെ ചാക്യാർ കൂത്ത് പറയുന്ന ചാക്യാർ വരെയുള്ള ഒരു ദീർഘ പാരമ്പര്യം. ഈ വിദൂഷക പാരമ്പര്യവും വേറൊരർത്ഥത്തിൽ ഈ ആർഗ്യുമെന്റ് വിവാദാത്മകമായ പാരമ്പര്യത്തിന്റെ തന്നെ ഒരു സവിശേഷമായ പ്രകടനമാണ്. രാജാവിന്റെ മുമ്പിൽ വെച്ച് രാജാവിനെ കളിയാക്കുന്നതിൽ നിന്ന് ചാക്യാരെ ആർക്കും വിലക്കാൻ കഴിയുമായിരുന്നില്ല. ആ സമയത്ത് ആ പ്രത്യേക സമയത്ത് നമ്മൾ തെയ്യങ്ങളെ പറ്റിയൊക്കെ പറയും. പിന്നീട് അവര് വീണ്ടും സമൂഹത്തിന്റെ പിന്നിലേക്ക് തള്ളി മാറ്റപ്പെടുന്നുണ്ടാകാം. പക്ഷെ ആ സമയത്ത് തെയ്യം ഒരു ദൈവം തന്നെയാണ്, അതിനപ്പുറത്ത് ഒന്നുമില്ല. അതുപോലെ ഈ ചാക്യാർ കൂത്ത് പറയുന്ന സമയത്തെങ്കിലും രാജാവിനെയോ അതിലും വലിയ ഏതെങ്കിലും അധികാരിയുണ്ടെങ്കിൽ ആ അധികാരിയെയോ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ചാക്യാർക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൊരു പാരമ്പര്യമുണ്ട്. അതിൽ നിന്നാണ് പിന്നീട് അനേകം നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ സംസ്കൃത നാടകങ്ങളിൽ വിദൂഷകരുണ്ട്. പിൽക്കാലത്ത് വന്ന അനേകം നാടകങ്ങളിൽ ആ തരത്തിലുള്ള വിദൂഷകർ പല രീതിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ വിദൂഷകർ മിക്കവരും വലിയ തത്വചിന്തകരായിരുന്നു. ഷേക്സ്പിയറിനെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഷേക്സ്പിയറിന്റെ ഫോൾസ്റ്റാഫ് എന്ന കഥാപാത്രം വിദൂഷകനായിട്ടാണ്, ഫൂൾ ആയിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഒരുപക്ഷെ അതിലത്തെ എല്ലാ കഥാപാത്രങ്ങളെക്കാളും ബുദ്ധിയുള്ള കഥാപാത്രം ഫോൾസ്റ്റാഫാണ്. നിങ്ങൾക്ക് അത് ഓർമ്മ വരുന്നുണ്ടാവും. എന്താണ് വാട്ട് ഈസ് ഓണർ എന്നുള്ള അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ സംസാരം. എന്താണ് ഈ മാന്യത എന്ന് പറയുന്നത് എന്താണ്? ഈ മാന്യതയുടെ വിലയില്ലായ്മയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ദീർഘപ്രഭാഷണം മാത്രം ഓർമ്മിച്ചാൽ മതി. എന്തുമാത്രം കൃഷ്ണാശാലിയായിരുന്നു ഫോൾസ്റ്റാഫിനെ പോലെ ഒരു വിഡ്ഢിയായി സ്വയം കാണിച്ച വിദൂഷകനായി നാടകകൃത്ത് അവതരിപ്പിച്ച, എന്നാൽ അദ്ദേഹം വിദൂഷകനല്ലെന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷേക്സ്പിയർ അവതരിപ്പിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ തരത്തിലുള്ള ഒരു കഥാപാത്രം. അപ്പൊ ഈ തരത്തിൽ പല തലങ്ങളിൽ അധികാരം നിലനിൽക്കുന്നതോടൊപ്പം അധികാരികളെ പരിഹസിക്കുന്നവരും അധികാരികളെ എതിർക്കുന്നവരും അധീശ ചിന്തകളെ എതിർക്കുന്നവരും ഒക്കെ കൂടി നിലനിന്നിരുന്ന ഒരു പാരമ്പര്യധാര. അത് മാത്രമായിരുന്നു നമ്മുടെ പാരമ്പര്യം, ഞാൻ പറയുന്നില്ല. അടിമത്തത്തിന്റെ വലിയ ഇരുണ്ട ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ രീതിയിൽ തുറന്നു കിടക്കുന്ന, പല രീതികളിൽ വ്യാഖ്യാനിക്കാവുന്ന, പല രീതികളിൽ വായിക്കാവുന്ന ചിന്തയുടെ, ആശയത്തിന്റെ, ദർശനത്തിന്റെ ഒരു ധാര കൂടി നമ്മുടെ ഭൂതകാലത്ത് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ധാരകളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. അത് ഞാൻ പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാനല്ല ഉപയോഗിച്ചത്, ആദ്യം ഉപയോഗിച്ച പതഞ്ജലിയാണ്. ശ്രമണം, ബ്രാഹ്മണം എന്ന വാക്കുകൾ. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം നിലനിന്നിട്ടുള്ള സംഘർഷങ്ങളിൽ ഒന്ന് ബ്രാഹ്മണരും ശ്രമണരും തമ്മിലുള്ള സംഘർഷമാണ്. ഈ വാക്കുകൾ നിലവിൽ വരുന്നത് ബുദ്ധന്റെയും മഹാവീരന്റെയും കാലത്താണ്. ബ്രാഹ്മണൻ എന്ന വാക്ക് അതിന് മുമ്പുണ്ടായിരുന്നു. പക്ഷേ ശ്രമണൻ എന്ന വാക്ക് അന്ന് വളരെ പരിമിതമായ അർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടത്. സന്യാസി, മൂക്ഷു, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവൻ, അലഞ്ഞു തിരിഞ്ഞ് സ്വന്തം ഉപജീവനം സമ്പാദിക്കുന്ന ആളുകൾ. പക്ഷേ ശ്രമണർ എന്ന വാക്കിന്റെ മൂലം അന്വേഷിച്ചു പോയാൽ നാം എത്തുക ശ്രമം എന്ന വാക്കിലാണ്. ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ആളുകൾ.
അപ്പൊ ജോലി ചെയ്യാതെ ജീവിക്കേണ്ടി വരുന്ന കുറെ ആളുകൾ, മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളും, സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്ന ഒരു മഹാഭൂരിപക്ഷവും, അത് ഇന്ത്യയുടെ സംസ്കാരത്തെ എന്നും നിർവചിച്ചു പോന്നിട്ടുണ്ട്. അത് തമ്മിലുള്ള സംഘർഷം വളരെ നിർവചനീയമായ ഒരു പങ്ക് നമ്മുടെ പാരമ്പര്യത്തിൽ മുഴുവൻ തന്നെ വഹിച്ചിട്ടുണ്ട്. ആ ശ്രമണധാരയുടെ ആവിഷ്കാരമായിരുന്നു വലിയ ഒരളവോളം ഭക്തി സൂഫി പാരമ്പര്യങ്ങൾ എന്ന് ഞാൻ പറയും. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരാൾ, പരോക്ഷമായി അയ്യങ്കാളിയെ പോലെ ഒരാൾ പോലും ഉയർന്നു വന്ന പാരമ്പര്യം ഈ ഭക്തി സൂഫി പാരമ്പര്യത്തിൻ്റെതായിരുന്നു. കാരണം ഈ ഭക്തി പാരമ്പര്യം പലരും കരുതുന്നത് പോലെ ഒരുതരം അടിമത്തത്തിന്റെ പാരമ്പര്യമായിരുന്നില്ല. അതിനെക്കുറിച്ച് അടുത്ത് വായിക്കാനും എഴുതാനും ആ കവിതകൾ പരിഭാഷ ചെയ്യാനും ആ കവികളെ കുറിച്ച് കവിതകൾ എഴുതാനും ഒക്കെ മുതിർന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. കാരണം ഈ ഭക്തി തീർച്ചയായും അതിലൊരു ആത്മീയതയുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ